ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മീഷോന്ന് കുറച്ച് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ വിചാരിച്ചങ്ങാണ്ട് ഇന്നത്തെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ബാക്കിലൊരു കാക്ക അവിടെ നിന്ന് തല്ലുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഇതാക്കണം ഞാൻ മീഷോന്ന് വാങ്ങിയ സാധനം. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം എന്താണ് ഇതിൽ എന്നുള്ളതല്ല. ഞാൻ കുട്ടിക്ക് ഫുൾ കൈയുള്ള കുപ്പായം ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഫുൾ കൈയുള്ള പാൻറ്റും കുപ്പായവും വരുന്ന ഡ്രസ്സ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ മീഷോന്നാണ് വാങ്ങിയത്. അതേപോലെ വേറെയും കുറച്ച് സാധനം വാങ്ങിയിരിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചാൽ ഇത് ശരിക്കും പൊട്ടിച്ചട്ടെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു റിട്ടേൺ എടുക്കൂലല്ലോ നമ്മൾ പൊട്ടിച്ചത് ശരിയായിട്ടില്ലെങ്കിൽ. അപ്പം എന്തായാലും പൊട്ടിച്ചട്ടെ കേട്ടോ. ഇതാട്ടോ, ഇങ്ങനെ ഒരു കവറിൽ വന്നിട്ട് പിന്നെ ഇങ്ങനത്തെ കവറിലാണ് കേട്ടോ വരുന്നത്. നമുക്കിനി ഇവിടെ ഇത് പൊട്ടിച്ചു കേട്ടോ. സ്റ്റിക്കറൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനും ഇതിപ്പോൾ തുറക്കുകയാണ്. ഡെലിവറി ബോയ് വന്നാണ്ട് സാധനം തന്നു പോയിട്ടുള്ളേന്നു. പക്ഷെ ഞാൻ സാധനം നോക്കിയിട്ടൊന്നുമില്ലേന്നു കേട്ടോ. ഇത് കൊടുത്തിരുന്നത് 6 മാസം മുതൽ 9 മാസം വരെയുള്ള ഇതായിരുന്നു കേട്ടോ. 6 മാസം മുതൽ 9 മാസം വരെ ഇടാനുള്ള കുട്ടിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ സൈസ് കൊടുത്തിരുന്നത്. പക്ഷെ തുണി കട്ടിയില്ല, എന്നാലും തുണി കട്ടി കുറവുണ്ട്. പക്ഷെ എന്നാലും ഇതാ പാൻറ് കേട്ടോ. ഇതാണ് കേട്ടോ പാൻറ്. ഇതായിക്കുള്ള കുപ്പായം ഫുൾ കൈയാണ്. ഞാൻ ഓന് രാത്രി നമ്മൾ വൈകുന്നേരമൊക്കെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാണ്ട് മേലൊക്കെ കേകി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തുണി കുറച്ച് കട്ടി കുറവുണ്ട്, പക്ഷെ അല്ലാതെ സംഭവമൊക്കെ ഓക്കെയാണ്. നമ്മൾ നല്ല ഇതിലൊക്കെ തിരുമ്പി കോട്ടില്ല കേട്ടോ. ഇതൊരു ജോഡിയാണ്. ഇതിത്തെ പാൻറ്റാണ് കേട്ടോ. അത് സെക്കൻഡ് വരുന്നതും ആ ഒരു കളറിൽ തന്നെയാണ് വരുന്നത്, ഫുൾ കൈ. പിന്നെ വരുന്നത് യെല്ലോ കളറാണ് കേട്ടോ. ഇതാട്ടോ, ഇതിൻ്റെ പാൻറ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ച് കളറിലാണ് കേട്ടോ. ഞാൻ വേറെ ഒന്നുമല്ല, നമുക്ക് വൈകുന്നേരം രാത്രിയൊക്കെ നമുക്ക് തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ സുഖമല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടത്. പിന്നെ വരുന്ന കളർ എനിക്ക് ഇഷ്ടമായിട്ട് ഒരു പിസ്ത കളർ പോലെ, പക്ഷെ ഒരു പിസ്ത കളർ പോലെയാണ് കേട്ടോ വരുന്നത്. പക്ഷെ ഫോണിൽ ഇത് ഏത് കളറിലാണ് കാണുന്നത് എനിക്ക് അറിയില്ല. ഇതാ കണ്ട, എനിക്കിത് ഇഷ്ടമായിട്ട്, ഈ കളർ ഇഷ്ടമായി. പിന്നെ അടുത്തത് വരുന്നത് റോസ്. അതിൽ ഫോണിൽ കുറച്ച് ലൈറ്റ് റോസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇതിൽ കുറച്ച് നല്ല കുറച്ച് കളറിലുള്ള റോസ് തന്നെയാണ് കേട്ടോ വരുന്നത്. നമ്മളെ കുട്ടിയുടെ ബാക്കിലിരുന്ന് കണ്ട് പലതും ഓനിപ്പോൾ കൗലിനുണ്ട്. അപ്പോൾ മുട്ടുത്താൻ നോക്കുന്ന ശ്രമത്തിൽ ഇപ്പോൾ ഇവിടെ കടത്തി കഴിഞ്ഞാൽ പിന്നെ കുറേ അവിടേക്ക് എത്തും കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ.
ലാസ്റ്റ് ഞാനിതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കുറേ ആയോ എനിക്കിങ്ങനെ ഡ്രസ്സ് എടുക്കണം. അപ്പം മീഷോയിൽ ചെറിയ പൈസക്കാണ് കേട്ടോ ഞാനിത് എടുത്തത്. എനിക്കിത് 6 ഉണ്ട്. 6 324 കേട്ടോ വരുന്നത്. 6 ഫുൾ കൈയുള്ള കുപ്പായം പാൻറ്റും കൂടിയും വരുന്നത്. അതിന് നമ്മൾ ഒന്ന് വെച്ച് നോക്കുമ്പോൾ 50 തോന്നുന്നു കേട്ടോ. ഞാൻ എന്തായാലും നോക്കിയിട്ടില്ല. പിന്നെ അതേപോലെ എനിക്ക് വേറെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അത് ട്രൗസറും കുപ്പായം വരുന്നത്. കുപ്പായം ഇപ്പോൾ എവിടെയെന്ന് അറിയില്ല, നല്ല തിരുമ്പാനുള്ളതാണ് കേട്ടോ. ഇതെങ്ങനെ ട്രൗസറും പിന്നെ ഇതിലേക്ക് കുപ്പായവും പിന്നെ അതേപോലെ അഞ്ച് കൂട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തത്. അതും ഇതേപോലെ 200 സംതിങ് അത്രയേ ഉള്ളായിരുന്നു കേട്ടോ വില. ഇതിപ്പോൾ ട്രൗസർ ഇടായിയല്ല, ഇടും, പക്ഷെ എന്നാലും കുപ്പായമാണല്ലോ. തുണി ഇങ്ങനെ ഉടുക്കണോണ്ട് എപ്പോഴും മൂത്രമൊഴിക്കണോണ്ട് തുണിയല്ലേ വെക്കുക. അപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞി പാമ്പേഴ്സൊക്കെ ആക്കിങ്ങാണ്ട് അതിൽ തുണി കഷ്ണം വെച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. പിന്നെ പുറത്തൊക്കെ പോകുമ്പോഴുള്ളൂ കേട്ടോ ട്രൗസറൊക്കെ ഇട്ട് കൊടുക്കൽ. പിന്നെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാലല്ലേ ട്രൗസർ, വലുതായി അല്ല, ജസ്റ്റ് ഒന്ന് ഇരിക്കണ സമയമൊക്കെ ആകുമ്പോഴല്ലേ ട്രൗസറൊക്കെ ആവശ്യം. അപ്പം നമ്മൾ സമയത്തിന് മൂത്രമൊഴിപ്പിക്കുമ്പോൾ ഇതാകൂലല്ലോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല പരിപാടിയിലാണ് അവിടെ. ഞാൻ വാങ്ങിയത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിവിടെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. കണ്ടോ, 6 കൂട്ടം. നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല, കാരണം ഓനിങ്ങനെ പോകുമ്പോഴേ ഓന് ഛർദ്ദിക്കണമുണ്ട്. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചില്ലാറ് ഉഷാറിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, 2 4 6 എണ്ണം 324 ഉറുപ്പ്യക്ക് എനിക്ക് മീഷോന്ന് കിട്ടിയതാണ് കേട്ടോ. നല്ല ലാഭമാണ് മീഷോയിൽ. ഞാൻ കൂടുതൽ സാധനങ്ങളും മീഷോന്ന് തന്നെ വാങ്ങൽ. എനിക്ക് പാൻറ്റ് അതേപോലെ ഞാൻ വേറെയും കാണിച്ചു തരാം കേട്ടോ. ഓനക്ക് ഞാൻ സാധനം വാങ്ങിയത് ഇതാണ് കേട്ടത്. അടുത്തത് ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കണ ഓന് 6 മാസമൊക്കെ ആകുമ്പോഴത്തിന് ഓന് ഫുഡ് കഴിക്കാനും ഇതിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. ഈ റീൽസിൽ ഞാൻ കൂടുതലും മൂത്രമൊഴി കഴിഞ്ഞു. ഇപ്പം മൂത്രമൊഴിച്ചങ്ങാണ്ട് ഞാൻ ഓനവിടെ കൊണ്ടുവന്ന് കടത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിന് ഓനവിടെ മൂത്രമൊഴിച്ച് കഴിഞ്ഞു. ശരിയാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടുത്ത മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് വേറെ കുറച്ച് സംഭവങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ 6 സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത് വരുന്നത് ഇതാ ഈ ഒരു ബ്രഷാണ്. ഈ ബ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുപ്പിൻ്റെ ഉള്ളൊക്കെ നമുക്ക് ശരിക്ക് കഴുകാൻ നല്ല എത്തും കേട്ടോ. കുറേ ആയിട്ടോ ഇതൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിനെത്ര വില? 200 എത്രയേ ഉള്ളൂ, 240 220 ഉള്ളൂ തോന്നുന്നു. ഞാൻ ശരിക്കും നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. അതിലിതാ ഈ ഒരു ബ്രഷ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കൂലേ, അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി കണ്ടതാ ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കൽ തുടങ്ങിയിരിക്കണ്. അപ്പം ഞാനിത് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇവിടെ ബാക്കിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നത് ഭാഗം നല്ല സോഫ്റ്റാണ്. ഇവിടെ ബാക്കിലൊരു ഒരു ലെതർ ടൈപ്പ് ഇതുണ്ടാവുമല്ലോ, അങ്ങനത്തെ കേട്ടോ ഇവിടെ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. പിന്നെ ഇത് 2 എണ്ണം. പിന്നെ വരുന്നത് ഈ കുപ്പിയാണ് കേട്ടോ, നമുക്ക് ഫുഡ് കൊടുക്കാൻ. ഓന് ഉറക്കം ഭയങ്കര കുറവായതുകൊണ്ട് നിങ്ങളൊക്കെ വിചാരിക്കും ഉറങ്ങിയിട്ടൊക്കെ ചെയ്താൽ പോരെ വീഡിയോ എന്ന്. ഉറങ്ങണ സമയത്ത് അല്ലാത്ത പണികളാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ പിന്നെ വരുന്നത് ഈ ഒരു കുപ്പിയാണ് കേട്ടോ. ഇത് സ്പൂൺ ടൈപ്പ് വരുന്ന പാത്തുമ്മ തുറന്നുകൊണ്ട് ഇങ്ങനെ തുറന്നുകൊണ്ട് ഇതിൽ നമ്മൾ ഫുഡ് കൊടുക്കുക കേട്ടോ. പിന്നെ വരുന്നത് ബ്രഷ്. നല്ല അടിപൊളി സിലിക്കോൺ ടൈപ്പ് തന്നെയാണ് കേട്ടോ. എല്ലാം ഫുൾ പ്രൊഡക്റ്റ് സിലിക്കോൺ ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ബ്രഷ് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ബ്രഷ്. പിന്നെ അതേപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് കൊടുക്കുമല്ലോ, പിന്നെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഇത് തുറന്നുകൊണ്ട് അങ്ങനെ കൊടുക്കുമല്ലോ. ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഫ്രൂട്ട്സൊക്കെ ഇതിലാക്കിങ്ങാണ്ട് അങ്ങനെ കൊടുക്കുമല്ലോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും പിന്നെന്താ, അപ്പോൾ ഈ 5 സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. നല്ല ഉപകാരപ്പെടുന്ന സാധനം തന്നെയാണ്. ഇതിന് അധികം വിലയൊന്നും ആയിട്ടില്ല. എനിക്ക് വീഡിയോയിൽ എന്തോ ഒരു സാധനം കൂടി ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കടിക്കണ ഒരു ടൈമാണ്. അപ്പോൾ പിന്നെ കയ്യിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കടിച്ച് അങ്ങനെ കടന്നോളും കുറച്ച് നേരം. തന്നെ നല്ല ഇതിൽ ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് കേകി ഒക്കെ എടുത്തതാണ്.
അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6 സാധനങ്ങളാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. ഇതിന് എത്ര വില വരുന്നതെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതാണ് കേട്ടോ നമ്മൾ മീഷോന്ന് വാങ്ങിയ സാധനങ്ങൾ. പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ല ട്രൗസർ. അതും ഇതേപോലെ 5 കൂട്ടായിട്ട് വരുന്നതാണ്. നല്ല വില കുറവിൽ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഡെയിലി യൂസിന് ഇപ്പം നമുക്ക് പെട്ടെന്ന് എന്തായാലും ഡ്രസ്സ് കേട് വരും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ മീഷോൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയത് ഇത്ര തന്നെ ഉള്ളൂ. ഇനി അടുത്തത് വാങ്ങുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യേണ്ടത്. ഇതൊക്കെ നല്ല ഉപകാരപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറൊരു സാധനം വാങ്ങിയിരിക്കണേ, അത് ഞാൻ യൂസ് ചെയ്യൽ തുടങ്ങി. ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കണം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ആക്കിയിട്ട് അയക്കണം കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ അസ്സലാമു അലൈക്കും.